ഹലോ, ഇത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് സ്വരങ്ങൾ പാടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വരങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ സാധകം ചെയ്യുക രാവിലെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അത്ര സമയം തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലേ, നന്നായി ഉറങ്ങണം നമ്മൾ. അപ്പോൾ അത്രയും സമയം നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ പാടുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല തൊണ്ട, അല്ലേ? മറ്റേത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ സംസാരിച്ചും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മളെ തൊണ്ടയ്ക്ക് നല്ല സ്ട്രെയിൻ ആയിരിക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 5 മണിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക്. പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ മടിയന്മാരുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ പ്രായമായ ആളുകളുണ്ടാവില്ലേ, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അത് മടിയൊന്നും ആയിട്ടായിരിക്കില്ല, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം. നിങ്ങളെ സൗകര്യം പോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ പാടുന്ന സ്വരങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സ്വരങ്ങളാണ്. അപ്പോൾ നമുക്കത് പാടി നോക്കാം. ഞാൻ ശ്രുതി വെച്ചത് എ ആണ് കേട്ടോ. ശരി. സ രി ഗ മ പ ഈ ഒരു സംഭവം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈസിയാണ് നമുക്ക് പാടാൻ, കുറച്ചും കൂടെ നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ പാടിപ്പോകാൻ പറ്റുന്ന സ്വരങ്ങളാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നോക്കിക്കോളൂ. അപ്പം നോക്കൂ, സ രി ഗ മ പ പ മ ഗ രി സ. ശ്രുതി ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഇനി അതിൻ്റെ ആകാരം നമ്മൾ പാടാണ്. ആ എന്ന് പാടി. അതേപോലെ അതിൻ്റെ ഇകാരം ഉകാരം എല്ലാം പാടി നോക്കണം. ഈ മനസ്സിലായോ? പിന്നെ വരുന്നത് ഓ ആണ്. ഓ പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അത്രയും വരെ ഒന്ന് പാടി നോക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്തതിന് കുറച്ചും കൂടെ നമ്മൾ സ്പീഡ് കൂട്ടുകയാണ്. അതിൽ പിന്നെ വരുന്നത് നമ്മളിപ്പോൾ സ രി ഗ മ പ എന്നേ പാടിയിട്ടുള്ളൂ. പിന്നെ പമഗരിസയാണ് പാടിയത്. അവിടെ എക്സ്ട്രാ ഒരു പായും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഇനി പാടുക. അപ്പം അതിൻ്റെ സ്പീഡും കൂടെ കുറച്ച് നമ്മൾ കൂട്ടുകയാണ്. ഓക്കെ, നോക്കാം. സ രി ഗ മ പ പ പ മ ഗ രി സ. ഓക്കെ, കുറച്ച് സ്പീഡ് കൂട്ടാം നമുക്ക്. സ രി ഗ മ പ പ പ മ ഗ രി സ. ക്ലിയർ ആയോ? അതേപോലെ അതിൻ്റെ ആകാരം ആ മനസ്സിലായോ? അടുത്തത് ഈ ഇങ്ങനെയെല്ലാം ഒന്ന് പാടി നോക്കണം കേട്ടോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു പായും കൂടെ കൂട്ടുകയാണ്. ഓക്കെ, സ്പീഡും കൂടെ കുറച്ച് കൂട്ടുകയാണ്. റെഡി? സ രി ഗ മ പ പ പ പ മ ഗ രി സ എന്നാണ്. സ രി ഗ മ പ പ പ
മഗരി സാ ആ ആ ആ ആ ആ ആ. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങ് പോരുക. പമഗരിസ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങോട്ട് പോരണം. അതായത് സരിഗമ പമഗരിസ ആ. ക്ലിയർ ആയോ? അതേപോലെ ഇയും ഊവും എയും ഓയും ഒക്കെ പാടണം. ഓക്കെ, നോക്കിക്കേ. ഈ ക്ലിയർ ആയോ? അതായത് നമ്മളിപ്പോൾ പാടിയത് സരിഗമ പമഗരിസ, ഇതാണ് സംഭവം. നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ പാടിയെടുക്കാൻ, കേൾക്കാനും നല്ല രസമാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കിക്കേ. അതായത് സരിഗമ പമഗരിസ എന്ന് വരും. അതാദ്യം നമ്മൾ സ്ലോ ആയിട്ടൊന്ന് പാടി നോക്കുക. സരിഗമ പമഗരിസ എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നമ്മൾ പാടി നോക്കണം. ആദ്യം നമ്മളൊന്ന് സ്ലോ ആയിട്ട് പാടി നോക്കാം. സരിഗമ എന്നാണ്. അത് നന്നായിട്ടൊന്ന് പഠിച്ചതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് സ്പീഡിലേക്ക് പോകണം. നോക്കിക്കേ. സരിഗമ പമഗരിസ, അതിൻ്റെ ആകാരം ആ ആ ആ ആ ആ ഈ ഈ ഈ ഈ ഈ ഊ ഊ ഊ ഊ ഊ ഏ ഇനി നമ്മൾ അതിൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. നോക്കി. സരിഗമ പമഗരിസ എന്നാണ് പാടുന്നത്. അപ്പം ആ ഒരു സ്പീഡിൽ തന്നെ ആകാരവും വികാരവും ഒക്കെ പാടാൻ നോക്കണം. ആ ആ ആ ആ ആ ഈ ഈ ഈ ഈ ഈ ഊ ഊ ഊ ഊ ഊ ഓ ഓ ഓ ഓ ഓ ഏ ഏ ഏ ഏ ഇത്രയും സ്പീഡിൽ അത് പാടിയെടുക്കണം. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പാടാം. ഓക്കെ. ആ ആ ആ ആ ആ ഈ ഈ ഈ ഈ ഊ ഊ ഊ ഊ. ഇതേപോലെ പാടി നമുക്ക് നോക്കാം. എത്രത്തോളം സ്പീഡ് പാടാൻ പറ്റുന്നോ അത്രത്തോളം സ്പീഡിൽ കറക്റ്റായിട്ട് പോവുകയും വേണം കേട്ടോ. സ്വരസ്ഥാനങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഭയങ്കര രസമാണ്. നമുക്കിങ്ങനെ പാടി നോക്കുമ്പോൾ നല്ല രസമായിട്ട് പാടാൻ പറ്റും ഇല്ലേ? ഈ ഒരു പ്രാക്ടീസ് സെഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒന്ന് ലൈക്കും ചെയ്തേക്കും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ.
അപ്പം ശരി, നമുക്ക് അടുത്തിലേക്ക് പോവാം. ഇനി നമ്മൾ സരിഗമ പധ പ അങ്ങോട്ടേക്കാണ് പോണത്. അതായത് സരിഗമ പ പ വിട്ടിട്ട് സരിഗമ പധ പ പ മ പ പ മ പ പ പ മ ഗരി സ ഇങ്ങനെ പോന്നു. അപ്പം അതിലേക്ക് പധ കൂടി വന്നിട്ടുണ്ട്, നോക്കാം. സരിഗമ പധ പ പ മ പ പ മ പ പ പ മ ഗരി സ ആ ആ ആ ആ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പധ കൂടെ ചേർത്തിട്ട് വേണം പാടാൻ. ഓക്കെ, ഒന്നുകൂടെ നോക്കൂ. ആ ആ ആ ആ ആ ഈ ഈ ഈ ഈ ഈ ഊ ഊ ഊ ഊ ഏ നമ്മൾ എന്താ പാടിയത്? സരിഗമ പദ പ പ മ പ പ മ പ പ പ മ ഗരി സ എന്നാണ് അല്ലേ. പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടി പാടണം കേട്ടോ. ആ ആ ആ ആ ആ ഈ ഈ ഈ ഈ ഈ ഊ ഊ ഊ ഊ ഊ ഏ ഓ ഓ ഓ ഓ ഓ കണ്ടോ, അത് സ്പീഡ് കൂട്ടുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായി ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുക, മടി കാണിക്കാതെ, എന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും, നിങ്ങൾക്ക് നന്നായിട്ട് പാടാനും പറ്റും. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.